ഞാൻ ഇന്നത്തെ ന്യൂസിൽ കണ്ടു, ഓൺലൈൻ ന്യൂസ് മൊത്തം പറയുന്നത് വിനീത് ശ്രീനിവാസനോടൊപ്പമായിരുന്നു നിവിൻ പോളി എന്ന്. പിന്നെ എന്തിനാ പെൺകുട്ടി ഇല്ലാ കഥകൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത്? നല്ലവരായ കുട്ടികൾ നല്ല രീതിയിൽ ജോലി ചെയ്തുകൊണ്ട് സിനിമയിലേക്ക് വന്ന് കഷ്ടപ്പെട്ട് മുന്നേറുമ്പോൾ അസൂയപ്പെടുന്ന ആരൊക്കെയോ എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞതിൻ്റെ ഭാഗമല്ലേ ഇങ്ങനെയുള്ള ന്യൂസുകൾ വരുന്നത് എന്ന് തോന്നുന്നു. ഇനി ആരൊക്കെ വരും, ആരൊക്കെ വരാനുണ്ട്, അവരുടെയൊക്കെ ലിസ്റ്റിൽ ആരൊക്കെയാണ് എന്നൊക്കെയാണ് ഇപ്പോഴത്തെ ചിന്ത. കൂടുതൽ ഇങ്ങനെയാകുമ്പോൾ ആരും ഇക്കാര്യം അത്ര സീരിയസ് ആയി എടുക്കില്ല. അമ്മ അസോസിയേഷനിലുള്ള സ്ത്രീകളെപ്പറ്റി പറഞ്ഞ ഒരു പറ്റം ആളുകളുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് അതൊക്കെ കൂടാണ്. കാരണം അസൂയക്കാരെന്തും പറഞ്ഞോട്ടെ, നമ്മളെ ജോലി നമ്മൾ തുടർന്നു കൊണ്ടേയിരിക്കും. വളരെ വളരെ സന്തോഷമാണ്. അമ്മ അസോസിയേഷനിലുള്ള എല്ലാവരോടും ഞങ്ങൾക്ക് ബഹുമാനമാണ്. മമ്മൂട്ടിയും മോഹൻലാലും ഇല്ലാത്തൊരു അമ്മ അസോസിയേഷൻ ഞങ്ങൾക്ക് ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അവർ ഞങ്ങളെ വിട്ടു പോകത്തില്ല. കാരണം കോവിഡ് വന്നപ്പോൾ ഞങ്ങളിവിടെ ഓണം ആഘോഷിച്ചത് എങ്ങനെയായിരുന്നെന്നോ? മമ്മൂട്ടിയും മോഹൻലാലും കാശ് കൊടുത്ത് ഇവിടുത്തെ ബിഗ് ബസാറിൽ ഓരോ മെയിൻ ഡിസ്ട്രിക്റ്റിലുള്ള ബിഗ് ബസാറിൽ നമ്മൾ അമ്മ അസോസിയേഷൻ്റെ കാർഡുമായി ചെന്നപ്പോൾ 7000 രൂപക്കകത്തുള്ള സാധനങ്ങളുമായി ഞങ്ങളുടെ കാറിൽ വെച്ച് തന്ന് ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവന്ന് ഓണം ആഘോഷിച്ചു. ഓണത്തിന് മാത്രമല്ല, പിന്നീട് ഒരു 3-4 മാസത്തേക്കുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊന്നും നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. മമ്മൂട്ടിയും മോഹൻലാലും ഇല്ലാതെ ഒരു സിനിമ മലയാള ലോകം ഞങ്ങൾക്കിനി ചിന്തിക്കാൻ പറ്റത്തില്ല.